ഒരിക്കലേ പ്രണയം നടിച്ചിട്ടൊരു യുവതിയെ ഒരാൾ വിവാഹം ചെയ്തു. പക്ഷെ വിവാഹ രാത്രിക്ക് പിന്നാലെ ഭർത്താവിൻ്റെ സ്വയം രൂപം കണ്ടപ്പോൾ അവളുടെ ലോകം മുഴുവൻ മാറിപ്പോയി. നമുക്ക് പോയാലോ ആ കഥയിലേക്ക്? വിവാഹത്തിന് മുമ്പ് ആദർശ് അനന്യയോട് പറയും, അനന്യ, നിന്നെ ആദ്യമായി കണ്ട നിമിഷം മുതൽ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നുപോയി. നീ ഇല്ലാതെ ഇനി ഞാൻ ജീവിക്കാൻ പോലും എനിക്ക് കഴിയുമെന്ന് തോന്നില്ല. അനന്യ ലജ്ജയോടെ അപ്പോൾ പറയും, എന്നോടിങ്ങനെ പറയുമെന്ന് ഞാൻ കരുതിയില്ല ആദർശ്. എന്നാൽ എൻ്റെ ഹൃദയം പറയുന്നുണ്ട്, നീയാണ് എൻ്റെ ഭാവിയെന്ന്. അങ്ങനെ വിവാഹങ്ങൾ നടന്നു. ആഘോഷം, ചിരി, വാഗ്ദാനങ്ങൾ. അനന്യ കരുതി ഇതാണ് തൻ്റെ സ്വപ്ന ജീവിതത്തിൻ്റെ തുടക്കം. അങ്ങനെ വിവാഹ ദിവസം രാത്രിയിൽ, അന്ന് രാത്രി അനന്യ കണ്ണ് തുറന്നു നോക്കിയപ്പോൾ ആദർശ് കണ്ണാടിക്ക് മുന്നിൽ വിഗ് മാറ്റിവെച്ച് മുഖത്തെ മേക്കപ്പ് തുടച്ചു കളഞ്ഞ് മുന്നിൽ നിൽക്കുന്നു. അവൾ കണ്ടത് തൻ്റെ ഭർത്താവിനെയല്ല, മറ്റൊരാൾ. അനന്യ ഭീതിയോടെ അയാളെ നോക്കി. ഇതാരാണ്? ഇതാണോ എൻ്റെ ഭർത്താവിൻ്റെ യഥാർത്ഥ രൂപം? അനന്യ ആശങ്കയോടെ ഭർത്താവിനോട് ചോദിച്ചു, ആദർശ്, നീ എന്തുകൊണ്ട് എൻ്റെ മുന്നിൽ സത്യങ്ങളൊക്കെ മറച്ചു വെച്ചു? നീ കാണിച്ചതെല്ലാം കള്ളമായിരുന്നു. ആദർശത്തിൻ്റെ കരൾ ഉരുകിപ്പോയിരുന്നു. അനന്യ, എൻ്റെ ശരീരാവസ്ഥ ചെറുപ്പം മുതൽ വളരെ മോശമായിരുന്നു. രോഗം കാരണം മുടിയും രൂപവും നഷ്ടപ്പെട്ടു. നീ എന്നെ ഇഷ്ടപ്പെടില്ലെന്ന് ഞാൻ ഭയന്നു. നിന്നെ നഷ്ടപ്പെടുമെന്ന് ഞാൻ പേടിച്ചു. അനന്യയുടെ മനസ്സ് വല്ലാതെ കീറി മുറിഞ്ഞു പോയിരുന്നു. എന്നാൽ സത്യങ്ങൾ ഇതുവരെയും മുഴുവൻ പുറത്തായിട്ടില്ലായിരുന്നു. ഒരു ദിവസം അനന്യ അലമാരയിൽ നിന്നും ഒരു ഡയറി കണ്ടെടുത്തു. അവിടെ എഴുതിയിരുന്നത്, പ്രൊജക്റ്റ് ഒമേഗ, ഹ്യൂമൻ ട്രയൽ, ഐഡൻറ്റിറ്റി മസ്റ്റ് റിമൈൻ ഹിഡൻ എന്നാണ്. അനന്യ അമ്പരന്നു. ഇതെന്താണ്? ആദർശ് ഒരു സാധാരണക്കാരനല്ലേ? ഒരു ദിവസം രാത്രി ആദർശിൻ്റെ ഫോണ് ബെൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. അവളെടുത്തു. അവിടെയുള്ള ശബ്ദം തീവ്രമായ ഒരു ശബ്ദമായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞു. സബ്ജക്റ്റ് ജീവിച്ചിരിക്കുന്നുണ്ടോ? സിംറ്റംസ് ഉണ്ടോ? അനന്യയുടെ ശരീരത്തിൽ ഒരു നടുങ്ങൽ ഒഴുകി. അനന്യ കണ്ണു നിറച്ച് ആദർശിനെ നോക്കി. ആദർശ്, നീ ആരാണ്? നീ രോഗിയല്ല. നീ എന്തെങ്കിലും പരീക്ഷണത്തിൻ്റെ ഭാഗമാണോ? ആദർശ് നിശബ്ദമായി പിന്നെ തുറന്നു പറഞ്ഞു, അതെ, ഞാനൊരു മെഡിക്കൽ പരീക്ഷണത്തിൻ്റെ ഭാഗമായിരുന്നു. ജീവൻ രക്ഷിക്കാനായി ഞാൻ സമ്മതിച്ചു. എൻ്റെ ജീവൻ കിട്ടി. പക്ഷെ രൂപം നഷ്ടപ്പെട്ടു. എനിക്ക് ഭയം മാത്രം ബാക്കി വന്നു. എന്നാൽ കഥ ഇവിടെ അവസാനിച്ചില്ല. ഒരു ദിവസം അനന്യയ്ക്കൊരു ഇമെയിൽ വന്നു. ഇമെയിലിൽ ഒരു വോയിസ് ആയിരുന്നു, നീ ആദർശിൻ്റെ ഭാര്യയാണോ? ശ്രദ്ധിക്കണം, അവൻ മുമ്പും വിവാഹം ചെയ്തു. ഞാനാണ് അവൻ്റെ ആദ്യ ഭാര്യ. അനന്യ ശരിക്കും തകർന്നുപോയി. അനന്യ ക്രോധത്തോടെ ആദർശിനെ നോക്കി. ഇതാണ് സത്യം ആദർശ്, നീ എന്നെയും വഞ്ചിച്ചോ? ആദർശ് അവളുടെ പെട്ടിയിൽ നിന്നും ഒരു ഫയലെടുത്ത് കൈമാറി. ഇത് വായിക്കൂ. അവൾ ഗവേഷണ കേന്ദ്രത്തിലെ മറ്റൊരു രോഗിയാണ്. പരീക്ഷണത്തിനിടയിൽ മരിച്ചുപോയി. അവളുടെ സഹോദരനാണ് നിന്നെ തെറ്റിദ്ധരിപ്പിച്ചത്. എല്ലാ സത്യങ്ങളും അറിഞ്ഞപ്പോൾ അനന്യയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. അനന്യ വികാരത്തോടെ അവനെ നോക്കി. ആദർശ, നീ എനിക്ക് വഞ്ചന ചെയ്തിട്ടില്ല. നിന്റെ പേടിയാണ് നിന്നെ നടിക്കാൻ നിർബന്ധിച്ചത്. ഇനി ലോകത്തിന് മുമ്പിൽ സ്വയം രൂപം മറയ്ക്കണ്ട. ഞാൻ നിന്നോടൊപ്പം എന്നും ഉണ്ടാകും. ആദർശ സമൂഹത്തിന് മുന്നിൽ ആദ്യമായി വിഗും മേക്കപ്പും ഒക്കെ മാറ്റി. ചിലർ ചിരിച്ചു, ചിലർ പരിഹസിച്ചു. പക്ഷെ അനന്യ അവൻ്റെ കൈ ശക്തമായി പിടിച്ചു. അനന്യ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, ഇതാണ് എൻ്റെ ഭർത്താവ്.
ലോകം എന്തു പറഞ്ഞാലും എനിക്ക് മനോഹരം അവൻ്റെ ഹൃദയമാണ്. മുഖത്തിൻ്റെ സൗന്ദര്യം ക്ഷണികമാണല്ലോ, പക്ഷെ ഹൃദയത്തിൻ്റെ സൗന്ദര്യം അനന്തമാണ്. വഞ്ചനയായി തോന്നിയ കഥ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യമായി മാറി. വീണ്ടും ഒരു കഥയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.